പത്മവിഭൂഷൺ പത്മശ്രീ വാങ്ങുന്ന ആള് ഞാൻ മറക്കൂല, ഒന്നും മറക്കൂല ഞാൻ. ഗായ്സ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബിഗ് ബോസിന്റെ 50ാമത്തെ എപ്പിസോഡായിരുന്നു ഞായറാഴ്ച കഴിഞ്ഞത്. പക്ഷെ നമ്മുടെ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ട് 50 ദിവസം തികയ്ക്കുന്ന എപ്പിസോഡായിരുന്നു ഇന്നലെ കഴിഞ്ഞത്. അങ്ങനെ എപ്പിസോഡിലെ പാട്ടും ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കുത്തിത്തിരിപ്പ് ബിന്നീനെയും പിന്നെ കുത്തിത്തിരിപ്പ് വേർഷൻ 2 ആയ അഭിലാഷിനെയായിരുന്നു. അഭിലാഷ് ആദ്യം വന്ന സമയത്ത് ഇത്രയും കുത്തിത്തിരിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഭയങ്കരമായിട്ട് കുത്തിത്തിരിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ജിസേലിന്റെയും ആര്യന്റെയും ലവ് ട്രാക്കിനെ പറ്റിയിട്ടാണ്. അതിന്റെ വീഡിയോ കാണാം നമുക്ക്. ഈ വർഷത്തെ ലവ് ട്രാക്ക് അവരാണ്. ഉറപ്പല്ല, ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ. അതെല്ലാ വർഷവും അങ്ങനെയാണ്. അവര് ജസ്റ്റ് ആരെന്റെയും ജിസേലിന്റെ ലവ് ട്രാക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ തന്നെ കാണുന്നില്ല. ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ബിന്നി പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതുവരെ ലവ് ട്രാക്ക് പിടിച്ചവർ ആരും തന്നെ സമ്മതിച്ചു കൊടുത്തില്ല. എല്ലാവരും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നമ്മൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണ്, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവായിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പേളിമാണിയും ശ്രീനിഷും മാത്രമേ അത് സമ്മതിച്ചു തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് മാത്രമേ ഉള്ളൂ. രാവിലെ ബിന്നിയും അഭിലാഷും ആണ് ഈ ഒരു ആര്യന്റെയും ജിസേലിന്റെയും കാര്യം സംസാരിക്കുന്നതെങ്കിൽ രാത്രി ഒരു 10:30 ആകുമ്പോഴേക്ക് നമുക്ക് കാണിക്കുന്നത് ഒനിയിലും പിന്നെ അതേപോലെ അഭിലാഷ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ആര്യനെ ജിസേലിന്റെ അടിമയാക്കി വെച്ചേക്കുവാണ് ജിസേല്. അതേപോലെ തന്നെ ജിസേലിന്റെ തുണി കഴുകാനും പിന്നെ ജിസേലിന്റെ പാത്രം കഴുകാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും ആര്യനെ ചെയ്യുന്നതെന്നൊക്കെ ഒനിയിലും പിന്നെ അതേപോലെ അഭിലാഷും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ആര്യൻ നല്ലൊരു പ്ലെയർ ആണ്, ജിസേല് കാരണമാണ് ആര്യൻ ഇങ്ങനെ ആയത്, ജിസേല് പുറത്ത് പോയാൽ തന്നെ ആര്യൻ നല്ലൊരു പ്ലെയർ ആയിരിക്കും എന്നൊക്കെ അഭിലാഷും ഒനിയിലും സാബും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാം ജിസേലിന്റെ സ്വഭാവങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടാണ് ജിസേലിന്റെ പാവാടയിൽ തൂങ്ങി പിടിച്ചിട്ട് ഈ അഭിലാഷും ഒനിയിലും അക്ബറും എല്ലാരും കൂടി ഇരുന്നിട്ട് ജിസേലിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടാൽ തന്നെ അറിയാം ജിസേല് പക്ക ഫ്രോഡാന്നുള്ള കാര്യം. കാരണം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ജിസേലിന് ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു സ്വഭാവം കുറച്ച് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അക്ബറിനും ജിസേലിനും ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഫേവറിറ്റിസം കാണിക്കുന്നത് പോലെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അനുമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനുമോള് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. പക്ഷെ അതേ തെറ്റ് ജിസേല് ചെയ്ത് കഴിഞ്ഞാൽ ജിസേലിന് ഭയങ്കരമായിട്ട് ഒരു ക്യൂട്ട്നെസ് തിരിച്ച് ജിസേല് കാണിക്കുന്ന അതേ ക്യൂട്ട്നെസ് തന്നെ തിരിച്ചും ലാലേട്ടൻ കാണിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് അവർക്ക് മാത്രമായിട്ട് അക്ബറിനും പിന്നെ അതേപോലെ ജിസേലിനും മാത്രമായിട്ട് ഒരു ഫേവറിറ്റിസം ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ റെന, ഇപ്പൊ എവിക്റ്റ് ആയ റെനേനെക്കാളും അക്ബറിനെക്കാളും ജിസേലിനെക്കാളും എന്തുകൊണ്ട് നല്ലൊരു പ്ലെയർ ആയിരുന്നു അപ്പാനി. ഇച്ചിരി ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിലും പുള്ളി നല്ലപോലെ കളിക്കുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പം ഇവരൊക്കെ ഇരിക്കുമ്പം അപ്പാനീനെ ഫസ്റ്റ് ഔട്ട് ചെയ്തത്, എവിക്റ്റ് ചെയ്തത്, അതൊന്നും എനിക്ക് അത്ര വലിയ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പാനീനെക്കാളും മുൻപേ പോവേണ്ടവരായിരുന്നു ഈ പറഞ്ഞ റെനയാണെങ്കിലും ജിസൈലാണെങ്കിലും അതേപോലെ അക്ബർ ആണെങ്കിലും. ഇത് കഴിഞ്ഞ് ഏകദേശം ഉച്ചയാകുമ്പോഴേക്കും മിറാഷ് എന്ന് പറയുന്ന ഒരു മൂവി, നമ്മുടെ ജിത്തു ജോസഫിന്റെ മിറാഷ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ ട്രെയിലർ കാണിച്ചിട്ട് അതിന്റെ ഒരു സ്റ്റോറി ഗസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ആസിഫ് അലിയും പിന്നെ അപർണ ബാലമുരളി പിന്നെ ജിത്തു ജോസഫ് പിന്നെ അതേപോലെ നമ്മുടെ പഴയ കണ്ടസ്റ്റന്റ് ആയ അർജുനൊക്കെ ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നുണ്ട് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട്. ഈ ട്രെയിലർ കണ്ടിട്ട് സ്റ്റോറി പറയുന്നതൊന്നും നമ്മുടെ മെയിൻ എപ്പിസോഡിൽ കാണിക്കുന്നില്ല. മേ ബി അത് സ്പോയിലർ ആവുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ഈ ഒരു സ്റ്റോറിയിൽ ഫസ്റ്റ് കിട്ടുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പിനെയാണ് ജിത്തു ജോസഫ് സെലക്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ആസിഫ് അലി ഹൗസ് മേറ്റ്സിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസിന്റെ വലിയ ഫാനാണ് ആസിഫ് അലി, പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ ഫേവറിറ്റിസം ഒന്നും ഇവിടെ വന്ന് കാണിക്കരുതെന്ന് ബിഗ് ബോസ് വാണിംഗ് ചെയ്തത് കൊണ്ട് പല കാര്യങ്ങളും പറയാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. പാരന്റ്സിന്റെ കൂടെ ഞാനും സമയം മാത്രം ഫ്ലാറ്റിലുള്ളൂ, ഭയങ്കര സൈലൻസ്. അപ്പൊ ഞങ്ങൾ എന്ത് മ്യൂസിക് വെക്കണമെന്ന് ചോദിക്കാൻ പെട്ടെന്ന് ബിഗ് ബോസ് വീട് നിറയെ ആൾക്കാര്, പ്രശ്നങ്ങള്. അപ്പൊ ഈ വീഡിയോയിൽ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പുള്ളിയുടെ പിള്ളേരില്ലാത്ത ദിവസം പുള്ളിയും പുള്ളിയുടെ വൈഫ് മാത്രമാകുമ്പോൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടലായിരിക്കും തോന്നുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ഒരു ബിഗ് ബോസ് ഒന്ന് ഓൺ ആക്കിയാൽ മതി, വീട്ടിൽ മൊത്തം ആൾക്കാരായിരിക്കും. സത്യമാണ് പുള്ളി പറഞ്ഞതിൽ 100% ഞാൻ യോജിക്കുന്നു. കാരണം ഞാൻ അവിടെ ഒറ്റയ്ക്കുണ്ടായിരിക്കുന്ന സമയത്ത് ബിഗ് ബോസിന്റെ ലൈവോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ മെയിൻ എപ്പിസോഡോ ഒന്ന് ഓൺ ആക്കി ഇട്ടാൽ മതി. അപ്പൊ തന്നെ അവരുടെ ചിരിയും കളിയും പിന്നെ അതേപോലെ അടിയുണ്ടാക്കലും ബഹളം ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് വീട് ഭയങ്കരമായിട്ട് അങ്ങ് ഓൺ ആക്കി ഇരിക്കും. അങ്ങനെ നമ്മൾ ഒറ്റക്കാന്നുള്ള തോന്നലൊന്നും ഫീൽ ചെയ്യത്തില്ല ഈ ബിഗ് ബോസ് കാണുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയതും അതിന്റെ റിവ്യൂ ഇടാനൊക്കെ തുടങ്ങിയത് തന്നെ.
ഗസ്റ്റ് ഒക്കെ പോയതിനു ശേഷം ഇവർക്ക് കൊടുത്തൊരു ടാസ്ക് ആണ് BB അവാർഡ് ഷോ. അതായത് ഏകദേശം ഒരു 15-17 ക്വസ്റ്റ്യൻ എന്തോ കൊടുക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയാവുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ടാസ്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വൈകിട്ടാകുമ്പോഴേക്ക് അതിന്റെ അവാർഡ് കൊടുക്കും. പുറത്തിറങ്ങിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയാൻ ചാൻസ് ഉള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ട് നെവിനാണ് ആ അവാർഡ് കൊടുക്കുന്നത്. പിന്നെ പുറത്തിറങ്ങിയ ആരും മൈൻഡ് ചെയ്യാത്ത വ്യക്തി, അതെല്ലാരും ഗസ് ചെയ്യുന്നത് ലക്ഷ്മിനെ തന്നെയാ, അവാർഡ് കിട്ടുന്നത് ലക്ഷ്മിക്ക് തന്നെയാ. പിന്നെ അടുത്തത് ഉദ്ഘാടനം കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള വ്യക്തി എല്ലാവരും അനുമോളിയെ സെലക്ട് ചെയ്തത്. പിന്നെ ഉദ്ഘാടന ഓഫർ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത വ്യക്തികളാണ് കൊടുത്തേക്കുന്നത്. അതില് അക്ബർ വരുന്നുണ്ട്, അനീഷ് വരുന്നുണ്ട്, പിന്നെ ഷാനവാസ് വരുന്നുണ്ട്. നാട്ടുകാർ ചൂലുമായിട്ട് വരവേൽക്കാൻ ചാൻസസ് കൂടുതലുള്ള വ്യക്തി, അതിനെ എല്ലാവരും ഗസ് ചെയ്യുന്നത്, ഓഫ്കോഴ്സ് എല്ലാവരും ഗസ് ചെയ്തത് ലക്ഷ്മിനെ കുറിച്ചാണ്. അപ്പം ലക്ഷ്മിക്ക് അവാർഡ് കിട്ടുകയും ചെയ്യുന്നത്. അപ്പം ലക്ഷ്മി സ്റ്റേജിലോട്ട് കയറുമ്പോൾ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് വീട്ടുകാർ വരണം, എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത അവാർഡ് വരുന്നത് പ്രപ്പോസലുകളുടെ അതിപ്രസരത്തിൽ മുങ്ങിക്കിടക്കാൻ ചാൻസ് ഉള്ള വ്യക്തി. അത് വന്നപ്പോ തന്നെ, ആ ഒരു സംഭവം വന്നപ്പോ തന്നെ ആര്യൻ എണീച്ച് നിൽക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാരും ആര്യന്റെ പേരും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ആ അവാർഡ് കിട്ടുന്നത് സാബുമോനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആര്യനെക്കാളും കുറച്ചും കൂടെ നല്ലൊരു വ്യക്തിയായിട്ട് തോന്നിയത് സാബുമോനെയാണ്. കാരണം ആര്യനെ കാണുമ്പോൾ ആ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ. BB ഹൗസിൽ വന്നപ്പോ തന്നെ അവന്റെ എല്ലാ ഇമേജും പോയി. പക്ഷെ സാബുമോൻ അങ്ങനെയല്ല. അങ്ങനെ ആരെയും കുത്തിത്തിരിപ്പ് കാണിക്കും, അല്ലെങ്കിൽ ഇവിടെയുള്ള കുറ്റം അവിടെ പോയി പറയും, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മിക്കപ്പോഴും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മുഖവും വെച്ചിട്ട് നല്ല നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമ എന്നൊക്കെ പറയാം സാബുമോനെ. അതുകൊണ്ട് എന്തായാലും ഈ ഒരു അവാർഡിന് അർഹൻ സാബുമോൻ തന്നെ, ആര്യനല്ല. പിന്നെ പുറത്തിറങ്ങിയ തലയിൽ മുണ്ടിട്ട് ഇറങ്ങേണ്ട വ്യക്തിനെ പറഞ്ഞിട്ട് ഷാനവാസിനായി അവാർഡ് കിട്ടുന്ന BB ട്രെയിനിങ് അക്കാദമി തുടങ്ങാൻ ചാൻസ് കൂടുതലുള്ള വ്യക്തി, അത് അനീഷിനെ എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഫാഷൻ ഐക്കണായിട്ട് വാഴ്ത്തപ്പെടാൻ ചാൻസ് ഉള്ള വ്യക്തിയായിട്ട് ജിസേലിനെ, ഓഫ് കോഴ്സ് അത് ജിസേൽ തന്നെയാണ്. പിന്നെ ട്രെൻഡ് സെറ്റർ ഓഫ് ദ ബിഗ് ബോസ് വരുന്നത് നെവിനെ എല്ലാവരും സെലക്ട് ചെയ്യുന്നത്, അതും ഓക്കെ. പിന്നെ ക്രിയേറ്റർ ഓഫ് ദ മാസ് ഡയലോഗ് ഉണ്ടത് എല്ലാവരും ഷാനവാസിനെയും പറയുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ അക്ബറിനെയും പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഷാനവാസിന് അവാർഡ് കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ഒരു ലോൺ പോലും കിട്ടാത്തൊരു വ്യക്തിയായിട്ട് ജിഷിനെ സെലക്ട് ചെയ്തത്, അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ പുറത്തിറങ്ങിയ കിഡ്നാപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി, അത് അനുമോളയാന്ന് എല്ലാവരും പറഞ്ഞത്. അതും എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അനുമോളെ കിഡ്നാപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇപ്പൊ അനുമോളുടെ കയ്യിലുള്ള പാവേനെ കിഡ്നാപ്പ് ചെയ്യുന്ന അത് ഓക്കെ, അല്ലാതെ അനുമോളെ കിഡ്നാപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ ആവശ്യമേ അവിടെ ഉള്ളത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതേപോലെ അടുത്ത അവാർഡ് വരുന്നത് ഷോ തീരുന്ന ദിവസം ഗേറ്റിന് പുറത്ത് ആരാധകർ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ്, അതായത് ആരാധകരുടെ ആ ഒരു ഒഴുക്ക് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരും അനീഷിനെ സെലക്ട് ചെയ്ത്, അത് അനീഷ് തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഗെയിം സ്ട്രാറ്റജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അനീഷിന് ആരാധകർ കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഷാനവാസിന്റെ കൂടെ കൂടിയതുകൊണ്ട്, ഇത്രയും കാലം ഒറ്റയാനായിട്ട് കളിച്ചത് കൊണ്ട് അനീഷിന് ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഷാനവാസിന്റെ കൂടെ കൂടിയത് കൊണ്ട് പല സ്ഥലങ്ങളിലും അനീഷ് ഭയങ്കര ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ, ഈ അവാർഡിന് ശേഷം ഒരു അവാർഡും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത വ്യക്തികൾ, അതിൽ ആരൊക്കെയാ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ബിന്നിയുണ്ട്, ആര്യനുണ്ട്, ആദില, പിന്നെ ഒനീല്, പിന്നെ അതേപോലെ അനീഷ്. ഇത്രയും പേരെയാണ് സെലക്ട് ചെയ്തത്, 5 പേരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അതില് ആര്യന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ കണ്ട വീഡിയോ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, ലൈവിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ലൈവ് കാണുന്ന സമയത്ത് ഞാൻ എന്റെ ഫോണിൽ എടുത്ത വീഡിയോ ഇത്. ഇതിൽ ആരും പറയുന്നത് കേട്ടല്ലോ, അതായത് പത്മഭൂഷണും അത് ഇതൊക്കെ കിട്ടിയ ഒരാളാണ് ഞാൻ മറക്കൂല. അതായത് ശരിക്കും ആര്യൻ ഭയങ്കര പേഴ്സണൽ ആയിട്ട് എടുത്തേന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ബേസിൽ അതങ്ങ് ഒഴിവാക്കി വരേണ്ട കാര്യങ്ങൾ. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉദ്ഘാടനങ്ങൾക്ക് ഒട്ടും വിളിക്കാൻ ചാൻസ് ഇല്ലാത്ത വ്യക്തികളുടെ പേരിൽ അക്ബറിനെയും അനീഷിനെയും ഷാനവാസിനെയും കൊടുത്തിട്ടുണ്ടല്ലോ. അതെന്താ അവരെത്ര പേഴ്സണൽ ആയിട്ട് എടുത്തിട്ടുണ്ടോ? അവരുടെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ കണ്ടത്. അവര് ഇത് തന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം എന്നും പറഞ്ഞ് അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് പേർപ്പസ് ആയിട്ട് എടുക്കേണ്ടതാ. ആര്യൻ ഇത് എന്താ പറയുക, ഒരുമാതിരി ഒരു മെച്ചോർഡ് അല്ലാത്ത രീതിയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നും ഇതിൽ വരുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര ഓവർ ആയിരുന്നു ആര്യൻ. ഇതൊക്കെ തോന്നുന്നു ഇതങ്ങനെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, ഈ ഒരു വീഡിയോ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ് രാത്രി ഒരു 12 മണി ആകുമ്പോഴേക്ക് ബിന്നി കിച്ചൺ ക്യാപ്റ്റനാന്ന് തോന്നുന്നു. പിന്നെ ബിന്നി പാലൊക്കെ എടുത്തിട്ട് ഒളിപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബിന്നി പറയുകയും ചെയ്യുന്നുണ്ട്, ഒരു കിച്ചൺ ക്യാപ്റ്റന്റെ ഒക്കെ ഒരു അവസ്ഥയെ, നാളെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പാലൊന്നും ഇവിടെ കാണാൻ ചാൻസ് ഇല്ല, അതൊക്കെ എടുത്തുകൊണ്ട് പോകും ആൾക്കാർ, അതുകൊണ്ടാണ് ഞാനിത് ഒളിപ്പിച്ച് വെക്കുന്നത്, എന്നിട്ട് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് അങ്ങനെ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു BB അവാർഡ് ഷോ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ എന്റെ സൗണ്ടിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ വൈറൽ ഫീവർ ഇപ്പോഴും എന്നെ വിട്ട് മാറിയിട്ടില്ല. ഇപ്പൊ ഏകദേശം 2ാമത്തെ
ആഴ്ചയായി. അതായത് ഒരാഴ്ച പനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നടക്കും, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ആ എഴുന്നേറ്റ് നടന്നതിന്റെ എഫക്ട് പിന്നെ കാണിക്കും, പിന്നെയും എനിക്ക് വൈറൽ ഫീവർ വരും, പിന്നെയും ഞാൻ കിടപ്പിലാകും, അത് കഴിഞ്ഞ് പിന്നെയും പനി വരും. ഇതിങ്ങനെ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ സൗണ്ട് ഒക്കെ ഒരുമാതിരിയായിട്ട് ഇരിക്കുന്നത്, ഭയങ്കര ഇതായിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ ഗായ്സ്.